എല്ലാവർക്കും നമസ്കാരം. ഒരു ഹീലിംഗ് എക്സ്പീരിയൻസ് പറയാം. കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഒരു ക്ലയൻറ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലയൻറ്റ് ഉള്ളത് കണ്ണൂരാണ്. ഞാൻ ഇപ്പം പറയാറുണ്ട്, കണ്ണൂരല്ല, വേറെ സ്ഥലം ഞാൻ പറയുന്നില്ല, ആളെയും പറയുന്നില്ല. കാരണം അത് ഞാൻ നേരത്തെ മുതൽ എല്ലാവരോടും പറയുന്നതാണ്. ഞാൻ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഒന്നും റിവീൽ ചെയ്യില്ല, ഒന്നും പുറത്തേക്ക് ആളോട് പറയില്ല എന്നുള്ളത് നമ്മുടെ ഒരു പ്ലാനാണത്. അതൊരിക്കലും പറയത്തില്ല. അപ്പോൾ ഇദ്ദേഹം ഒരു സാധാരണ ഒരു ജോലിയൊക്കെ ചെയ്യുന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. തികച്ച സാധാരണക്കാരൻ. ആത്മീയവാദമൊന്നും അങ്ങനെ അധികം ഫോളോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം, ഇദ്ദേഹം പെട്ടെന്ന് വിളിച്ചിട്ട് പറയണം, ഇങ്ങനെ എനിക്ക് സാറേ ഒരു ഹീലിംഗ് വേണം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ അടുത്ത് നേരത്തെ കുറച്ച് നാൾ മുന്നേ പുള്ളി ഹീലിംഗ് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്നെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോ നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നെഗറ്റീവ് എനർജി ശരീരത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് പൈസയുടെ ഒരു കുറവുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ പറഞ്ഞു പോയി പുള്ളി. അത് കഴിഞ്ഞ് പുള്ളി പൈസ എല്ലാം സംഘടിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് ഫീസ് സംഘടിപ്പിച്ചിട്ട് പുള്ളീൻ്റെ അടുത്ത് രണ്ടാമത് വിളിക്കുകയാണ്, സാറേ എനിക്ക് 2 പ്രോഗ്രാമുണ്ട്, 2 ഹീലിംഗ് പ്രോഗ്രാമുണ്ട്. അതിൽ ചെറിയ പ്രോഗ്രാം ചെയ്താൽ മതി സാറേ, ഞാൻ സാറിന് പൈസ അയക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ പെട്ടെന്ന് എനിക്കിങ്ങനെ തോന്നി, സാധാരണ പെട്ടെന്ന് വന്നാലും നമ്മൾ ചെയ്ത് കൊടുക്കാറില്ല. പക്ഷേ ഇദ്ദേഹത്തിന് എന്താണോ, ഞാൻ പറഞ്ഞു ശരി ചെയ്തു തരാമെന്ന് പറഞ്ഞു. ആളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ വന്നിരുന്നപ്പോഴാണ് പുള്ളി ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ ചെയ്യാൻ വന്നിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ എന്താണ് നിങ്ങളുടെ വിഷയങ്ങൾ എന്ന് പറയും. അപ്പോൾ ഇത് 8 വർഷമായിട്ട് ഇദ്ദേഹത്തിന് ഈ തലയിൽ ഇങ്ങനെ ഭയങ്കര മരവിപ്പാണ്. ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല പുള്ളിക്ക്. പല പ്രശ്നങ്ങൾ, തലയിൽ കട്ടി, ഒരു സൈഡിൽ ഇങ്ങനെ എന്തോ ഇരിക്കുന്ന പോലെ ഫീലിംഗ് ആണ് പുള്ളിക്കാരൻ എപ്പോഴും. പല സ്ഥലങ്ങളിലും പോയി, ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങി ചികിത്സകൾ നടത്തി. അതേപോലെ ഒരുപാട് ആൾക്കാരെ കണ്ട് പല പൂജകളും വഴിപാടൊക്കെ ചെയ്ത്, പക്ഷേ പുള്ളിക്കാരന് ഒരു മാറ്റം ഉണ്ടായില്ല. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് ഇരുന്ന്, അപ്പോൾ ഞാൻ ഡൗസിങ് റോഡ് ഇങ്ങനെ വെച്ചിട്ട് നോക്കി കഴിയുമ്പോൾ ഇങ്ങനെ ക്രോസായിട്ട് നെഗറ്റീവ് എന്ന് വെച്ചാൽ, അപ്പോൾ അതിന് മുമ്പ് തന്നെ എനിക്ക് ഫീൽ ചെയ്യും, എൻ്റെ കണ്ണിൽ ഫീൽ ചെയ്യും. എൻ്റെ ഏതെങ്കിലും ഇരിക്കുമ്പോൾ എൻ്റെ കണ്ണിലേക്ക് തുളച്ചിങ്ങനെ കയറും നെഗറ്റീവ് ഉണ്ടെങ്കിൽ. നെഗറ്റീവുള്ള ആൾക്കാർ എൻ്റെ മുന്നിൽ വന്നാൽ ഇങ്ങനെ എൻ്റെ ആദ്യം സൈൻ കാണിക്കുന്നത് കണ്ണിലാണ്. കണ്ണിലേക്ക് ഇങ്ങനെ സൂചി കൊണ്ട് കുത്തണ പോലെ ഫീലിംഗ് ശക്തമായിട്ട് വരും. അവൻ കുറച്ച് നെഗറ്റീവ് ഉള്ളെങ്കിൽ ചെറിയതായിട്ട് വരും, കട്ടിയുള്ള നെഗറ്റീവ് ആണെങ്കിൽ നല്ല ശക്തമായ ഒരു ഇത് വരും. കണ്ണിൻ്റെ അകത്ത് ഇങ്ങനെ സ്ട്രെയിൻ വരും, കണ്ണിന് ഭയങ്കര ഒരു വേദനയും തളർച്ചയും ക്ഷീണവും വരും. അതുകൊണ്ട് ഞാൻ സാധാരണ നെഗറ്റിവിറ്റിയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് അധികം പോകാറില്ല. അങ്ങനെ കണ്ടിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മനസ്സിലായി, അപ്പോൾ തന്നെ ഇങ്ങനെ മാറി അങ്ങോട്ട് പോകും. അവരായിട്ട് എനിക്ക് കണ്ണിൽ നോക്കി അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റില്ല, നെഗറ്റിവിറ്റിയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓട്ടോമാറ്റിക്കാണ് തല ഇങ്ങനെ മാറിപ്പോകും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഞാൻ ഈ റോഡ് വെച്ച് നോക്കി, ഞാൻ പറഞ്ഞു നെഗറ്റിവിറ്റി ഉണ്ട്, ഓൾറെഡി അതിന് മുമ്പ് നമ്മൾ പറഞ്ഞാൽ. അങ്ങനെ ചെറിയ സമയം എടുത്തുള്ളൂ. ചെറിയ സമയം കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് വലിച്ചാണ് കളഞ്ഞു. ആ വലിച്ചു കളഞ്ഞ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ തലയിൽ ഇങ്ങനെ ടിക് 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 എന്ന് പറഞ്ഞിങ്ങനെ ശബ്ദം. പുള്ളി പറഞ്ഞ എന്തോ ഒരു മിഷ്യൻ പ്രവർത്തിക്കണ പോലെ ഒരു സൗണ്ട് ഇവിടെ നിന്ന് വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ പറയുന്ന ഒരാൾ. പക്ഷേ എന്നിരുന്നാലും ആ ഹീലിംഗ് കഴിഞ്ഞതിന് മുമ്പ് തന്നെ, പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ പുള്ളിയുടെ തലയുടെ പിടുത്തം അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പലതവണ ഞാൻ ചോദിച്ചു, ഇപ്പോൾ തലക്ക് കുഴപ്പമുണ്ടോയെന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഒരു കുഴപ്പമില്ല, ആ സാധനം പോയി സാറേ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് സംഭവം, ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെന്ന് വെച്ചു. കാരണം ഞാൻ റീഡിങ് എടുക്കാറില്ല. പണ്ടൊക്കെയാണെന്ന് വെച്ച് ഞാൻ അയാൾ ഇങ്ങോട്ട് പറയണ്ട, ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. എൻ്റെ പണ്ടത്തെ ഈ മഹാകാളിയിലും തുടങ്ങുന്നതിന് മുമ്പ് വരെ ഞാൻ അങ്ങനെ ആയിരുന്നു. എനിക്ക് ഭയങ്കര വിഷനാണ്. എനിക്ക് ഒരാളുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അവരുടെ കാര്യങ്ങൾ മുഴുവൻ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ആ കഴിവില്ല. ദേവി അവിടെ പയ്യെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കണം. എന്നാലും ചില സമയങ്ങളിലൊക്കെ പറയും കേട്ടോ, ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആളുടെ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ്, ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് പുള്ളി അച്ഛനോ എന്തോ മരിച്ചിട്ട് അമ്മായിയുടെ വീട്ടിൽ അയാളുണ്ട്, ഇയാളുടെ 2 പെങ്ങന്മാരുണ്ട്. ഇവർ നിന്നിരുന്നത് അവിടെയാണ്. അപ്പോൾ അമ്മായിക്കത്, അമ്മായി ഒരു ബന്ധു, അവർക്കത് ഇഷ്ടമല്ല. കാരണം ഇവർ 3 പേരും ഇന്ന് വീട്ടിൽ നിൽക്കല്ലേ. അവരെന്ത് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ബ്ലാക്ക് മാജിക് ചെയ്ത് കൊടുത്ത് ഇവർ 3 പേരുടെ മേത്ത് ചെയ്തു എന്നുള്ളതാണ്. അത് 3 പേരെ എഫക്റ്റ് ചെയ്ത്. ഇവരൊക്കെ ഏതാണ്ട് 40+ ഏജുള്ള ആൾക്കാരാണ് 3 പേരും. 3 പേരും കല്യാണം കഴിഞ്ഞിട്ടില്ല. നല്ല സുന്ദരനായിട്ടുള്ളൊരു യുവാവാണ്, ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. 3 പേരും അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഹീൽ ചെയ്തപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. സാറേ വളരെ നന്ദിയുണ്ട്, കാരണം ഇത് 8 കൊല്ലം, എത്രയാണ് കൊല്ലം, 8 എത്രയാണ് കൊല്ലങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത്. അത് ഞാൻ കാണാത്ത ഡോക്ടർമാരില്ല, കഴിക്കാത്ത മരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ 2
സിസ്റ്റേഴ്സിനും ഇതേപോലെ പ്രശ്നം ഉണ്ടാവുമല്ലോ, സാധ്യത ഉണ്ടല്ലോ, കല്യാണം കഴിയാണ്ട് നിൽക്കുകയല്ലേ. അങ്ങനെ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. എനിവേ, ഇതുപോലുള്ള ആളുകൾ, ഇതുപോലുള്ള ദുഷ്ടജന്മങ്ങൾ എന്ന് തന്നെ വിളിക്കണം, ഇതുപോലത്തെ കുറേ ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യം നടക്കാനായിട്ട് ഇതേപോലുള്ള മാന്ത്രികന്മാരുടെ അടുത്ത് പോയിട്ട്, ദുർമാന്ത്രികന്മാരുടെ അടുത്ത് പോയിട്ട് സ്വന്തം ആളുകളാണ് ഇതുപോലെ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളുകൾ. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളുണ്ടാക്കുന്ന കർമ്മത്തിൻ്റെ ഒരു പവർ എന്താണ്, എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഒരിക്കലും നിങ്ങൾ കാര്യം ചെയ്യരുത്. കാരണം നിങ്ങൾ മറ്റുള്ളവനെ ഉപദ്രവിക്കുമ്പോൾ അയാൾ മൊത്തത്തിൽ അയാളുടെ ലൈഫ് തകർന്ന് തരിപ്പണമായി പോകുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു വലിയൊരു കർമ്മമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരാളെ, മറ്റൊരു സോളിനെ ഉപദ്രവിക്കുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ കർമ്മം. അല്ലാതെ നോൺ വെജ് കഴിക്കണതും അല്ലെങ്കിൽ കള്ളുപിടിക്കണതൊന്നുമല്ല. വേറൊരു സോളിനാണ് നിങ്ങൾ ഉപദ്രവിക്കേണ്ട. നിങ്ങളുണ്ടാക്കുന്ന കർമ്മം അതിഭീകരമാണ്, അതൊരു സംശയം വേണ്ട. മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയില്ല. മാന്ത്രികൻ എന്താണ് ചെയ്യുന്നത്? അയാൾ അവർ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. ഉപദ്രവിച്ചിട്ടാണ് നിങ്ങളുടെ കാര്യം നടത്തേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും, ഓ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു, അത് വീട്ടിൽ നിന്ന് പോയി, അല്ലെങ്കിൽ വേറെ കാര്യം അതങ്ങനെ നടന്നു, ഇങ്ങനെ നടന്നു. പക്ഷേ നിങ്ങളുണ്ടാക്കുന്ന ആ ഒരു ദുരിതം ഉണ്ടല്ലോ, അത് ദുരന്തമാണത്. ആ മനുഷ്യൻ്റെ ദുരന്തമാണ് പിന്നെ ഉണ്ടാകാൻ പോണത്. അയാൾക്ക് ഇതിനെപ്പറ്റി ഒരു ചുക്കും ചുണ്ടാകാൻ പറയാത്ത ഒരാളായിരിക്കും. അയാൾ ജീവിതകാലം മുഴുവൻ നരയിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ പോയി ചെയ്യുന്നവർ ദയവ് ചെയ്ത് ഞാൻ അപേക്ഷിക്കുകയാണ്, ചെയ്യാതിരിക്കുക. എൻ്റെ ഈ 1.5 കൊല്ലത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ 1.5 അനുഭവമാണ്. ഞാൻ ഒത്തിരി ആൾക്കാരെ എനിക്ക് ദൈവയുടെ സഹായത്തോടെ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയേക്കണ ഒരു ഏറ്റവും വലിയൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്യിക്കുന്ന ആളുകൾ എത്ര ദുഷ്ടന്മാരാണ്. ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി എത്രയോ ആളുകളുടെ ലൈഫ് നശിപ്പിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കുക പ്ലീസ്, ചെയ്യാതിരിക്കുക. എല്ലാവർക്കും നന്ദി പറയുന്നു. കാരണം ഇത് കേട്ടിരിക്കുന്നത് തന്നെ എനിക്ക് സന്തോഷമുണ്ട്. ഇത് കേൾക്കണം, നിങ്ങളെല്ലാവരും കേൾക്കണം. ദൈവയുടെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമസ്കാരം.